നമസ്തേ നമസ്തേ നമസ്തേ. ശ്രീ മഹാദേവൻ എല്ലാവരും അനുഗ്രഹിക്കട്ടെ. എല്ലാ ഗുണങ്ങളും ഐശ്വര്യങ്ങളും സമൃദ്ധികളും എല്ലാം മഹാദേവൻ തരട്ടെ. എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. എല്ലാ ഗുണങ്ങളും ഐശ്വര്യങ്ങളും സമൃദ്ധികളും എല്ലാം എല്ലാവർക്കും കിട്ടും. ഈ വരുന്ന 25-ാം തീയതി, അതായത് വെള്ളിയാഴ്ച, അന്ന് പ്രദോഷമാണ്. ഇത് നമ്മളിങ്ങനെ ഫോണിൽ കൂടി പറഞ്ഞറിയിക്കണതേ ഇത് കേൾക്കാനും അറിയാനും മാത്രമല്ല. ഇത് എല്ലാവരും കാര്യം ഇതൊന്നും പാഴാക്കിയിട്ടൊന്നും ജീവിച്ചിട്ട് കാര്യമില്ലെന്നേ. എന്തല്ലേ, ഇങ്ങനെ ക്ഷേത്രത്തിൽ പോവാതെയും ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പങ്കെടുക്കാതെ ഒന്നും ജീവിച്ചുകൊണ്ട് ഒരു കാര്യമില്ല. ഇതൊക്കെ നമ്മൾ പോകേണ്ടതും അതിനകത്തൊക്കെ പങ്കുചേരേണ്ടതുമായിട്ടുള്ള തന്നെ വലിയ വലിയ കാര്യങ്ങളാണ്. അപ്പോൾ ഇതറിയാൻ കഴിയുന്നത് തന്നെ വലിയൊരു ഭാഗ്യമാണ്. പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ പോയി പങ്കെടുക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ വിശേഷം. അടുത്ത ദിവസം പ്രദോഷമാണ്. അപ്പം എല്ലാവരും അടുത്തുണ്ടാവും. മഹാദേവ ക്ഷേത്രങ്ങൾ എല്ലാ വീടിൻ്റെയൊക്കെ പരിസരങ്ങളിൽ ഉണ്ടാവും. അപ്പോൾ അവിടെ രാവിലെ കുളിച്ച് ശുദ്ധിയായിട്ട് പോയി പ്രാർത്ഥിക്കുക. ശേഷം വൈകിട്ടാണ് പ്രദോഷത്തിൻ്റെ അഭിഷേകങ്ങളും കാര്യങ്ങളും പൂജകളൊക്കെ ക്ഷേത്രത്തിൽ വൈകിട്ടാണ്. അപ്പോൾ ആ പൂജയിൽ പോയി പങ്കെടുക്കുക, അഭിഷേകത്തിൽ പങ്കുചേരുക. സാധിക്കുന്ന ആൾക്കാർ പാല, പനിനീര, കരിക്ക്, അങ്ങനെ എന്തെങ്കിലും ഇഷ്ടമുള്ള ദ്രവ്യങ്ങൾ അഭിഷേകം കൊണ്ടുപോവുക. രോഗാതുരിതങ്ങൾ മാറാനും കാര്യസാധ്യതകൾ നടക്കാനൊക്കെ വളരെ വിശേഷമാണ് കരിക്ക് അഭിഷേകം. അപ്പോൾ കരിക്ക് കൊണ്ട് അഭിഷേകം കൊടുക്കുക, അല്ല കരിക്ക് നിവേദിച്ച് കഴിക്കുക. അതൊക്കെ വളരെ വിശേഷമായിട്ടുള്ള കാര്യങ്ങളാണ്. പല വിഷയം കഴിക്കുക. ഒന്നും സാധിച്ചില്ലെങ്കിലും പ്രദോഷ പൂജയിൽ പോയി പങ്കുചേരുക. ഇതിനകത്തൊന്നും പങ്കുചേരാതെയും ഇതിനകത്തൊന്നും പോവാതെ ഒന്നും ജീവിച്ചിട്ടൊന്നും നമുക്ക് നേടാനില്ല. ആ തിരിച്ചറിവ് എല്ലാവരിലേക്ക് ഉണ്ടാവട്ടെ. സാധിക്കുന്ന എല്ലാവരും പോയി ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ പങ്കുചേര്. അതിനൊക്കെ വേണ്ടി സമയം കണ്ടെത്ത്. അല്ലാതെ ഈ അനാവശ്യ കാര്യങ്ങളിലേക്ക് പോവല്ലേ. ഈ പ്രദോഷ ദിവസം എന്ന് പറഞ്ഞാൽ എല്ലാ ദേവീദേവന്മാരും ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ വന്നു ചേരുകയാണ്. ഈ പ്രദോഷ സന്ധ്യാവേളയിൽ മഹാദേവനെ നടരാജ നൃത്തം കാണാനായിട്ട് എല്ലാ ദേവീദേവന്മാരും സന്നിഹിതരാവേണമെന്നാണ് പറയണം. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രദോഷ പൂജയിൽ പങ്കുചേരുമ്പോൾ നമുക്ക് മഹാദേവൻ്റെ അല്ലെങ്കിൽ പാർവതിദേവിയുടെ മാത്രമല്ല അനുഗ്രഹം കിട്ടുന്നത്, എല്ലാ ദേവീദേവന്മാരും അനുഗ്രഹം കിട്ടുകയാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും ആരും പിന്മാറണ്ട. എല്ലാവരും ഒരു സമയം കണ്ടെത്തി പോയി മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുക. എല്ലാ വിഷമങ്ങളും ദോഷങ്ങളും ദുരിതങ്ങളും ആപത്തിലെല്ലാം നീങ്ങട്ടെ. എല്ലാ ഗുണങ്ങളും സമൃദ്ധികളും ഐശ്വര്യങ്ങളെല്ലാം വന്ന് ചേരട്ടെ. നിങ്ങൾ കാണിച്ചാലും നിങ്ങളുടെ സന്താനങ്ങൾ ഇത് പിന്തുടരുള്ളൂ. ഇതൊക്കെ പിന്തുടർന്ന് ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ പങ്കുചേർന്ന് പ്രാർത്ഥനാദി കാര്യങ്ങളൊക്കെ കുട്ടികൾ കാണുമ്പോഴേ കുട്ടികൾക്ക് സൽബുദ്ധിയൊക്കെ തോന്നുള്ളൂ. അതനാവശ്യ കാര്യങ്ങളിൽ നിന്നൊക്കെ ഒഴിവായി ക്ഷേത്രങ്ങളും കാര്യങ്ങളും കുടുംബമൊക്കെ ആയിട്ട് മുന്നോട്ട് നല്ല ജീവിക്കണമെങ്കിൽ കുട്ടികൾക്കൊക്കെ ഇതെല്ലാം കണ്ട് ഇതിനെല്ലാം പോകുന്ന കാരണന്മാരെ കണ്ട് കുട്ടികൾ ശീലിക്കണം. അപ്പം അതിന് വീട്ടിലുള്ള കാരണന്മാരെ അവസരം ഒരുക്കണം. ഭാവിയിലുള്ള നല്ല തലമുറകൾക്ക് വേണ്ടിയും കുടുംബത്തിൻ്റെ ഐക്യതയ്ക്ക് വേണ്ടിയും കുടുംബത്തിൽ ഗുണങ്ങൾ വന്ന് ചേരുന്നതിനൊക്കെ ഇത് വളരെ വിശേഷമാണ്. അതുകൊണ്ട് ഇങ്ങനെയുള്ള ചടങ്ങുകളൊന്നും ആരും ഒഴിവാക്കരുത്. എല്ലാവരോടും ഒരു അപേക്ഷ പോലെ പറയുകയാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ആരും ഒഴിവാക്കരുത്. ഇതൊക്കെ വളരെ ഭാഗ്യമായിട്ട് കിട്ടുന്ന അനുഭവങ്ങളാണ്. അപ്പോൾ എല്ലാവരും അടുത്തുള്ള മഹാദേവ ക്ഷേത്രത്തിൽ പോയിട്ട് പ്രദോഷ പൂജയിൽ പങ്കുചേരുക, അഭിഷേകത്തിൽ പങ്കുചേരുക. കരിക്ക് വാങ്ങിച്ചു കൊണ്ടേ കൊടുക്കാൻ പറ്റും, കരിക്ക് വാങ്ങിച്ചു കൊണ്ടേ കൊടുത്ത് നേദിച്ച് വാങ്ങിക്കുക, അഭിഷേകം ചെയ്ത് വാങ്ങിക്കുക, പ്രസാദം കഴിക്കുക. എല്ലാവരും സാധിക്കുന്ന എല്ലാവരും ഉള്ള കാര്യങ്ങളിലൊക്കെ പോയി ക്ഷേത്രത്തിൽ പോയി പങ്കുചേരുക. എല്ലാവർക്കും കിട്ടട്ടെ ഗുണങ്ങൾ, ഐശ്വര്യങ്ങളും സമൃദ്ധികളെല്ലാം. അപ്പോൾ നമ്മുടെ ഈ ചാനൽ ഇങ്ങനെയുള്ള വീഡിയോസുകൾ കേൾക്കാനും കാണാനൊക്കെ താല്പര്യമുള്ള ആൾക്കാർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം, ഷെയർ ചെയ്യാം, ലൈക്ക് ചെയ്യാം, ബെൽ ബട്ടൺ അടിക്കുക. നമ്മളുടെ ഈ സംരംഭം
പ്രോത്സാഹിപ്പിക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. എല്ലാവർക്കും എല്ലാ ഗുണങ്ങളും ഐശ്വര്യങ്ങളും സമൃദ്ധിയെല്ലാം ശ്രീ മഹാദേവൻ തരും. ഒരു സംശയവും വേണ്ട. എല്ലാവർക്കും വേണ്ടി മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുന്നുണ്ട്. എല്ലാ ഗുണങ്ങളും ഐശ്വര്യങ്ങളും സമൃദ്ധികളെല്ലാം മഹാദേവൻ നിങ്ങൾക്ക് എല്ലാവർക്കും തരും. ശുഭദിനാശംസകൾ, നന്മകൾ നേരുന്നു. എല്ലാ നന്മ